KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സണ്ണി ജോസഫ് MLA എങ്ങനെ അനുസ്മരിക്കുന്നു PP തങ്കച്ചനെ? PP തങ്കച്ചൻ കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ചുമതലകൾ വളരെ കൃത്യനിഷ്ഠയോടെ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. അതേപോലെ തന്നെ പെരുമ്പാവൂർ MLA, നിയമസഭാ സ്പീക്കർ, പിന്നീട് സംസ്ഥാനത്തെ കൃഷി വകുപ്പ് മന്ത്രി, UDF കൺവീനർ, KPCC പ്രസിഡന്റ്. ഈ ചുമതലകളിലെല്ലാം തികഞ്ഞ സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തിയിട്ടുള്ള നേതാവായിരുന്നു. വലിയ സൗമ്യ മനോഭാവത്തിന്റെ, സൗഹൃദത്തിന്റെ ഉടമയായിരുന്നു. എല്ലാവരുമായും അദ്ദേഹം ചേർന്ന് പ്രവർത്തിച്ചു. ശക്തമായിട്ടുള്ള നേതൃത്വ പാഠവങ്ങളുടെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. UDF കൺവീനറായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ UDFന്റെ ജില്ലാ ചെയർമാനായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാവരോടുമുള്ള സൗമ്യ സൗഹൃദ മനോഭാവമാണ് തങ്കച്ചേട്ടന്റെ ഏറ്റവും വലിയ വ്യക്തിത്വ ആകർഷണീയത എന്ന് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. വലിയ സൗഹൃദം ഞങ്ങളോട് എല്ലാം ഉണ്ടായിരുന്നു. പ്രോത്സാഹനം ഒരുപാട് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കാര്യം, ഒരു നിയമജ്ഞൻ എന്ന നിലയിലും അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ പരീക്ഷ എഴുതി അദ്ദേഹത്തിന് മുൻസിഫ് സെലക്ഷൻ കിട്ടിയിരുന്നു. മുൻസിഫായി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചില്ല. രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം ആഗ്രഹിച്ചു, ഇഷ്ടപ്പെട്ടതുകൊണ്ട്. അപ്പൊ ഞാനൊരിക്കൽ തങ്കച്ചേട്ടനുമായിട്ടുള്ള യാത്രയിൽ ചോദിച്ചു, തങ്കച്ചേട്ടൻ മുൻസിഫായിരുന്നെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി വരെ എങ്കിലും ആകുമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശരിയായിരുന്നു, പക്ഷെ എനിക്ക് പൊതുപ്രവർത്തനം കൊണ്ട് യാതൊരു നഷ്ടവും അല്ലെങ്കിൽ നിരാശാബോധവും തോന്നിയിട്ടില്ല. വിവിധ ചുമതലകൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിച്ച കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ് തങ്കച്ചേട്ടൻ. ഞാൻ KPCC പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. അപ്പോഴും വലിയ സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സൗഹൃദ മനോഭാവമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്നത് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വേർപാട് ഞങ്ങൾക്കെല്ലാം, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടവും അതുപോലെ ദുഃഖവും ഉണ്ടാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരോടൊപ്പം KPCC